ഹലോ ചങ്ങായിമാരെ, ഇതാണ് നമ്മളെ തറവാട് വീട്. ആ കാണുന്നതാണ് നമ്മളെ മുത്തമ്മാൻ്റെ മോളെ വീടാണ്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അതായത് ഇവിടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മോട്ടർ അടിക്കണം. അപ്പം അവിടുന്ന് മോട്ടർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാളവിടെ പോയിട്ട് അവിടെ നിന്ന് സ്വിച്ച് ഇടണം. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. റിസ്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടം വരെ പോകണമായത് നമുക്ക് സമയക്കുറവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിമോട്ട് നമ്മൾ നെക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് എത്തണം. ഈ റിമോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നെക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിമോട്ടാണിത്. ഞാനത് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ പൈപ്പിലേക്ക് ഇവിടെ വെള്ളം എത്തണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ പൈപ്പിൽ വെള്ളം കിട്ടേണ്ടത് ആ വീട്ടിലേക്കാണ്, നമ്മളെ തറവാട് വീട്ടിലേക്കാണ് വെള്ളം കിട്ടേണ്ടത്. ഇവിടുന്ന് അവിടം വരെ ഒരു 25-30 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൈപ്പ് കൂടാണ് വെള്ളം വരിക. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയൊരു മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കിണറ്റിലാണ് നമ്മളെ മോട്ടർ ഇരിക്കുന്നത്, ബോർവെല്ലാണ്, വെള്ളത്തിൻ്റെ അടിയിലാണ് സംഭവം. അപ്പം ഇവിടെ ഈ മോട്ടറിൽ നിന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് വെള്ളം തള്ളാൻ. അപ്പം ഇവിടെ ഒരു സംഭവം, ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോട്ടറിൻ്റെ സ്വിച്ചായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 2 വയർ എടുത്തിട്ട് നേരെ മൊഡ്യൂൾമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് സിഗ്നൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് കൺട്രോൾ ആയതുകൊണ്ട് മാക്സിമം ഒരു ഒഴിഞ്ഞ പ്രദേശമാണെങ്കിലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവിടേക്ക് അതിൻ്റെ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സാധനം കൊണ്ടുപോയിക്കാണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ തറവാട് വീടാണ് ആ കാണുന്നതാണ് നമ്മളെ തറവാട് വീട്. ഇത് മുത്തമ്മാൻ്റെ മോളെ വീടാണിത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് കിണറും കാര്യങ്ങളും കറണ്ടൊക്കെ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കാനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ ലൈനും വന്ന് ന്യൂട്രും ഫേസും ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ന്യൂട്രും ഫേസും ഇവിടുന്ന് ലിങ്ക് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ മൊഡ്യൂൾ. ഇതാണ് അതിൻ്റെ ആൻറ്റിന കാര്യങ്ങൾ. ഇതാണ് ഔട്ട്, ഇതാണ് മൊഡ്യൂൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കണ്ടില്ലേ, ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് ഓരോ അതിലൊക്കെ കാണിച്ചിട്ടുള്ള സംഭവം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വല്ല ഒരു 2-3 മാറൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടണില്ല. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലും കാര്യങ്ങളൊക്കെ മറൊന്നുമില്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വലിയ ബിൽഡിങ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അപ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ സംഭവങ്ങൾ കണക്ഷനും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. ഇത് ഓണാക്കിയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ആ റിമോട്ടിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാ ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കി, കണ്ടില്ലേ, ആ പൈപ്പ് ഒരു ഇത് കണ്ടില്ലേ, പൈപ്പ് വെള്ളം വരുമ്പോൾ പൈപ്പ് കണ്ടാ വെള്ളം ഇവിടെ എത്തി. നമ്മളൊന്നുകൂടി വെക്കും, ഓഫ് വെക്കി കഴിഞ്ഞാൽ ഓഫായി. പിന്നെ അതേപോലെ തന്നെ ഇത് മോട്ടർ മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്ന മൊഡ്യൂളല്ല കേട്ടോ. ഇത് അതായത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള എന്ത് സംഭവങ്ങളും നമുക്ക് കറണ്ട് കൊടുത്തിട്ട് ഇന്നും ഔട്ടും അതിനുണ്ട്. അതൊന്ന് കോൺഫിഗർ ചെയ്യണം, അത്ര പരിപാടിയുള്ളൂ. സംഭവം മൊഡ്യൂൾ നമ്മളടുത്ത് റെഡിയാണ്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമ്മളിവിടുന്ന് ഫിറ്റാക്കി തരാം. ചെറിയ പൈസ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളും, കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വൈഫൈ മൊഡ്യൂൾ വരുന്നുണ്ട്. ഇത് വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന സംഭവമല്ല കേട്ടോ. ഇത് ഈ റിമോട്ട് കൺട്രോൾ ആ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന മൊഡ്യൂളുകൾ വേറെ ഉണ്ട്. ലോകത്ത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക ടൈമിംഗ് വെച്ചുകൊണ്ട് ഓണാക്കാനും ഓഫാക്കാനും, നിങ്ങൾക്ക് തന്നെ ഓണാക്കാനും ഓഫാക്കാനൊക്കെ അവിടുന്ന് ലൈറ്റും കാര്യങ്ങളും ഫാനും മോട്ടറും ഒക്കെ എന്തുമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഓണൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള എന്താ പറയുക ഓട്ടോമേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളി. നമ്മളെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്.